കിട്ടിയിട്ട് എൻ്റെ കൂടെ എൻ്റെ അന്യ സംസാരിച്ചു ജോലി ചെയ്ത് കൂടെ അവിടെ പോയി വെൽഡിങ്ങിൻ്റെ എന്തിൻ്റെ പണിക്ക് പോയിട്ട് എൻ്റെ അന്യനെ പിടിച്ച് കൂടെ നിർത്തിയിട്ട് അവൻ ഇത്രയും പൈസ ആക്കി കൊടുത്ത് വെളി കിടക്കുന്ന വണ്ടിയും താറും എല്ലാം അവൻ്റെ പേരിലാണ് വാങ്ങിച്ചത്. കിട്ടുന്ന മാസം കിട്ടുന്ന പൈസ അവന് തുല്യമായിട്ട് കൊടുത്തിട്ട് എൻ്റെ അനിയൻ എനിക്ക് തന്ന സമ്മാനമാണ്. അനിയനും അച്ഛനും കൂടി എല്ലാവരും കൂടി എനിക്ക് തന്ന ഇതിൽ കൂടുതൽ ഗതിയിട്ടവനായിരുന്നു. അപ്പ എന്നിട്ട് ആവശ്യം കഴിഞ്ഞപ്പോൾ ചവച്ച് തുപ്പ ഇറങ്ങിപ്പോവാൻ പറയാം. ഈ ഒരു ചെറുക്കൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറയാതെ പോയ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പുതുതായിട്ട് കിട്ടിയ കുറച്ച് ഇൻഫർമേഷനുകളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇതുപോലൊരവസ്ഥ ഒരാൾക്കും ഉണ്ടാവില്ല. ഈ അനിയൻ എന്ന് പറയുന്ന ഈ ചെക്കനെ, ഇവൻ കല്യാണ പരിപാടിക്ക് അതുപോലെ തന്നെ വെൽഡിങ്ങിൻ്റെ ഒക്കെ പണിക്ക് പോയവനെ ഈ പറയുന്ന പ്രവീൺ മുൻകൈ എടുത്ത് വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ഈ ചാനൽ തുടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും അധികം എഫേർട്ട് എടുത്തത് പ്രവീണാണ്. എനിക്ക് തോന്നുന്നത് ഇവർക്ക് ശരാശരി ഏതാണ്ട് 9 ലക്ഷം രൂപ വരെ പെർ മന്ത് കിട്ടിയ മാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ പെയ്ഡ് പ്രൊമോഷനിൽ നിന്ന് 5 ലക്ഷം 6 ലക്ഷം രൂപ വരെ മാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ്ട് വാഹനങ്ങൾക്ക് തന്നെ ഏതാണ്ട് 10-60 ലക്ഷം രൂപ വരെ മുടക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപക്ഷെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ ഒരുപാട് ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ഒരുപക്ഷെ ഒരുപാട് പൈസ ഇതേപോലെ ധാരാളിത്തം കാണിച്ച് കളഞ്ഞിട്ടുണ്ടാവാം. എനിവേ നല്ല രീതിയിലൊരു ഏണിങ്സ് യൂട്യൂബിൽ നിന്നും അല്ലാതെ ഈ പെയ്ഡ് പ്രൊമോഷൻ വഴിയൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രവീൺ തന്നെ പറയുന്നത് 2 പേരുടെയും അക്കൗണ്ടിലാണ് പൈസ ഇതേപോലെ തുല്യമായി വീതിച്ചെടുക്കുകയായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോഴും പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ആ ഒരു പൈസ കിട്ടലിൻ്റെ ആ ഒരു അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ പ്രവീൺ എന്ന് പറയുന്ന ഈ പയ്യൻ പോയതിന് ശേഷം അവനെ ഇത്രയും അധികം ഉപദ്രവിച്ചിട്ട്, ഈ തന്തയെന്ന് പറയുന്നവനെ തന്തയെന്നല്ല വിളിക്കേണ്ടത്, അവനെ തന്തയില്ലാത്തവനാണ് വിളിക്കേണ്ടത്. എനിവേ ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ പ്രവീണിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തുവരെ നമ്മുടെ നാട്ടുകാരനൊരു പയ്യനാണ്. ഈ ഒരു അവസ്ഥയിൽ അവനെ കൈവിട്ടുകൂടെ. കാരണം ഈ ഒരു അവസ്ഥ ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. സോഷ്യൽ മീഡിയയിൽ ഇത്രയും അധികം മാനിപ്പുലേഷൻ നടത്തി വീഡിയോ ഇട്ടതിന് ശേഷം ഈ രീതിയിൽ വീട്ടിൽ തെണ്ടിത്തരം കാണിക്കുന്ന, ചെറ്റത്തരം കാണിക്കുന്ന അപരാധി മക്കളെ ഒരിക്കലും വെച്ചുറപ്പിക്കാൻ പാടില്ല. ഇവൻ്റെ ഈ പുതിയ ചാനൽ വളർത്താൻ വേണ്ടിയാണ് ഇവനെ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഈ തന്തയും തള്ളയും ഈ ചെറുക്കനും അടക്കം ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും പണത്തിനാണ്. മറ്റൊരു ചാനൽ വളർത്താൻ ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ തള്ളയും തന്തയും ഈ ചെറുക്കനും കൂടെ പുതിയ ചാനൽ തുടങ്ങിയ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്തു. ഇവർ ഈ വീഡിയോ ഇട്ടില്ലായിരുന്നെങ്കിൽ, അതായത് ഇവർ ഈ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പയ്യനെ ഒന്നും പുറത്തു വിടത്തില്ലായിരുന്നു. ഒരു പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പുറത്തു വിടാൻ വേണ്ടിയായിരിക്കും ഈ പയ്യനിത് എടുത്തു വെച്ചത്. അല്ലെങ്കിൽ അവനിത് വിടത്തില്ലായിരുന്നു. ഒരു തരത്തിലും അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാർ ഇവൻ വീഡിയോ എടുത്തു വെച്ചതിനെ കുറ്റം പറയുന്നെന്ന് കമന്റ് ബോക്സിൽ കണ്ടു. പക്ഷേ ഒരിക്കലും അവനെ കുറ്റം പറയാൻ പറ്റില്ല. അവനിത് എടുത്തു വെച്ചുകൊണ്ടാണ് ഇതൊക്കെ പുറലോകം അറിഞ്ഞത്. ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇവരെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരുപക്ഷെ ഇതിനോടകം തന്നെ വനിതാ കമ്മീഷനോ അല്ലെങ്കിൽ ചൈൽഡ് ലൈനിനടക്കം വേണമെങ്കിൽ കേസുമായി മുന്നോട്ട് പോകാം, സ്വമേധയാ കേസെടുക്കാം. അത്രയും അധികം കുറ്റകൃത്യങ്ങൾ ഇതിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ പ്രഥമ ദൃഷ്ടിയാൽ കാണാൻ സാധിക്കുന്നുണ്ട്. 316, 315, 305, 306 വകുപ്പുകൾ പ്രഥമ ദൃഷ്ടിയാൽ ഈ അച്ഛനും മോനും ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 10 വർഷം വരെ തന്തയ്ക്കും മോനും ശിക്ഷ കിട്ടാൻ ഉതകുന്ന തെറ്റ് ചെയ്യുന്നത് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ ഇവരുടെ വീഡിയോ തന്നെയാണ് തെളിവ്. ആ വീഡിയോയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മൃദുല എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ മൊഴിയെ ആശ്രയിച്ചിരിക്കും ഈ മറ്റവരുടെ നിലനിൽപ്പ്. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഈ മൃദുല എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഗർഭിണിയാണ്. ഒരു സ്ത്രീയെ ഫിസിക്കൽ അസൾട്ട് ചെയ്താലുള്ള ശിക്ഷ നമുക്കറിയാം. അതിലുപരി ഒരു ഗർഭിണിയെ ഈ രീതിയിൽ ഫിസിക്കൽ അസൾട്ട് ചെയ്യുന്നത്, അതിന് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഈ തന്തയ്ക്കോ മോനോ ഈ തള്ളയ്ക്കോ ഇല്ല. ഇത്രയും കൂളായിട്ട് ഈ തന്തയും മോനും ഈ തള്ളയും ഇതിനൊക്കെ കൂട്ടുനിന്ന് ഇവിടെയൊക്കെ വോയിസ് നമ്മൾ കേട്ടതാണ്. വീണ്ടും ഞാൻ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും ഇവരുടെ വീട്ടിലോട്ട് ഒരു ആത്മാഭിമാനമുള്ള ഒരാൾ വീണ്ടും തിരിച്ചു ചെല്ലത്തില്ല. അത്രയും അധികം ക്രൂരകൃത്യങ്ങളാണ് ഇത് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് ഈ തന്തയ്ക്ക് മാനസിക രോഗം ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. ഒരുപക്ഷെ തന്തയ്ക്ക് മാനസിക രോഗം ഉണ്ടായിക്കോട്ടെ, ഓക്കെ. ഇയാൾ ആ വേഷം കെട്ടലുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നിയ കാര്യങ്ങളാണ്. അയാളുടെ ഒരു ഓവർ കുട്ടിത്തോ ഒരു ആനപ്പാപ്പാന്റെ ഒരു ലുക്കൊക്കെ കണ്ടപ്പോഴേ എനിക്കൊരു അസ്വാഭാവികത നേരത്തെ തോന്നിയിരുന്നു. ഇനി ഈ തന്ത എന്ന് പറയുന്നതിന് ഒരു സ്വല്പം വിവരമുള്ളവരാണെങ്കിൽ ഇയാളും സ്നേഹിച്ച് കിട്ടിയതാണെന്ന് ഒരുപാട് കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. ഇവരുടെ ലവ് മാരേജിനെ പറ്റിയും ഇവരുടെ വീട്ടിലെ സാഹചര്യവും ഇവരുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു, അടിയും ബഹളങ്ങളായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ കമന്റ് ബോക്സിൽ ഒരുപക്ഷെ ഇവരുടെ അയൽക്കാരൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ ഫേക്ക് ആയിരിക്കാം, അവരുടെയൊക്കെ കമന്റുകൾ കാണുന്നുണ്ട്. എനിക്ക് ഈ തന്തയെന്ന് പറയുന്ന ഈ തെണ്ടിക്ക് അല്പമെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു അന്യ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ വന്നു കയറി ഒരു പെണ്ണ്, അതായത് മൂത്ത മകന്റെ ഒരു ഭാര്യ ഇളയമോ കല്യാണം കഴിച്ചിട്ടില്ല, എന്ത് തന്നെ വിഷയമാണെങ്കിലും ഒരു പക്ഷേ ഈ പ്രവീൺ എന്ന് പറയുന്ന ചെറുക്കൻ ഈ അനിയനുമായി വഴക്കുണ്ടായി കാണും, അല്ലെങ്കിൽ തന്തയുമായി വഴക്കുണ്ടായി കാണും, ഇനി തള്ളയുമായി വഴക്കുണ്ടായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും 3 പേരുമായും വഴക്കുണ്ടായാൽ പോലും ഈ പറയുന്ന പെൺകുട്ടി, അതായത് ഇവരുടെ രക്തബന്ധത്തിലൊന്നുമല്ലാത്ത വന്നു കയറിയ മരുമകളായി ഈ പെൺകുട്ടിയെ ഗർഭാവസ്ഥയിൽ ഈ രീതിയിൽ ഉപദ്രവിക്കുന്ന വയറ്റി ചവിട്ടിയെന്നാണ് പറയുന്നത് ഈ തന്തയില്ലാത്ത മക്കൾ. ഈ തന്തയും മോനോടാണ് ചെയ്തത്. ഏത് രീതിയിലാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഇപ്പോഴും ചില ആൾക്കാർ കമന്റ് അടിച്ചേക്കുന്ന വീഡിയോസിൽ കമന്റ് ഉണ്ട്. അതായത് കൊച്ചുവിന്റെ വീഡിയോ വരട്ടെ, കൊച്ചുവിന് പറയാനുള്ള 2 സൈഡും കേൾക്കണമെന്ന്. കണ്ണാപ്പി നാറികളെ, ഇനി എന്താണ് 2 സൈഡും കേൾക്കാനുള്ളത്? അവൻ എന്ത് പറിക്കാനാണെന്നുള്ളത്? ഏത് സാഹചര്യത്തിൽ ഒരു ഗർഭിണിയായ ഒരു പെൺകുട്ടി ഒരു വീട്ടിലിട്ട് ഈ രീതിയിൽ പീഡിപ്പിക്കുക?
ഒരു തരത്തിലും പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ രണ്ടെണ്ണത്തിനെ പിടിച്ചാത്തിരണം. നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ് ഈ രണ്ടെണ്ണം ചെയ്തത്. നിയമത്തെ പുല്ലുവിളിയാണ് ഈ തെണ്ടികൾക്ക്. ഒന്നുമില്ലെങ്കിൽ ഈ തന്തെന്ന് പറയുന്നവർ ചിന്തിച്ചൂടെ, അല്ലെങ്കിൽ തള്ള ചിന്തിച്ചൂടെ? ഇവർ പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. ഇവർ പ്രേമിച്ച് ഒരുപാട് വെല്ലുവിളി ഏറ്റെടുത്ത് കല്യാണം കഴിച്ചവരാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കടന്നു വന്നവർ ഈ ഒരു ചെറുക്കൻ അല്പം ഒന്ന് സ്നേഹം ഇവളോട് കൂടുതൽ കാണിച്ച്, അല്ലെങ്കിൽ ഇവള് പറയുന്ന കാര്യങ്ങൾ കൂടുതൽ കേട്ടെന്ന് പറഞ്ഞ് ഇവനെ ഈ രീതിയിൽ ടോർച്ചർ ചെയ്യാനും അടിക്കാനും പോകേണ്ട ആവശ്യമുണ്ടോ? ഈ ഇളയ ചെറുക്കനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുവെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന സംഭവമാണ്. ഇളയ ചെറുക്കന്മാരെ കൂടുതൽ കയറി ഈ അമ്മമാരെ തല വെച്ചുകൊണ്ട് നടക്കുക, മൂത്ത പയ്യന്മാരെ അവഗണിക്കുക, അവരെ അവോയ്ഡ് ചെയ്യുക, അവരുടെ ഭാര്യമാരെ അവോയ്ഡ് ചെയ്യുക, അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക, സമ്പത്ത് വായിക്കുമ്പോൾ അവരെ ഒഴിവാക്കുക. പെമ്മക്കളായാലും അങ്ങനെ തന്നെ. പെമ്മക്കളെ ഒഴിവാക്കിയിട്ട് ആമക്കളെ കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. തന്തയില്ലാത്ത പരിപാടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മക്കളുണ്ടെങ്കിൽ ഒരേപോലെ സ്നേഹിക്കാൻ പഠിക്കുക. ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാവും, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മൂത്ത മകൻ വന്നിട്ടുണ്ടാവില്ല. എന്നാൽ ചില കേസുകളിൽ ഒരുപാട് സമ്പത്ത് കൂടുതലുള്ളവരാണെങ്കിൽ നേരെ മറിച്ചായിരിക്കും. കാരണം പൈസ എവിടെ കൂടുതലുണ്ട് അങ്ങോട്ട് പോകുന്നവരുണ്ട്. ഇവിടെ അതുമല്ല വിഷയം. ഇവിടെ തുല്യമായ രീതിയിൽ പൈസ വീതിച്ചെടുക്കുന്നു, രണ്ടുപേരും പണിയെടുക്കുന്നു. രണ്ടുപേരല്ല, ഇവർ 4 പേരും പണിയെടുക്കുന്നു. 4 പേരല്ല 5 പേരും പണിയെടുക്കുന്നു. ഈ മൃദുല അടക്കം വന്നതിന് ശേഷം ചെയ്ത വീഡിയോസിലൊക്കെ മൃദുലയും നല്ല രീതിയിൽ മൃദുലയുടെ റോള് ഭംഗിയായി ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ കൊച്ചിനും ഈ ഒരു പങ്ക് പറ്റുന്നതിന് തുല്യമായ അർഹതയുണ്ട്. എല്ലാവരുടെയും എഫേർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും അധികം പൈസ കിട്ടിയപ്പോൾ ഇത്രയും അധികം ചെറ്റത്തരം കാണിക്കാൻ. ഇവിടെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. അതൊക്കെ ഈ നാടുകൾ മനസ്സിലാക്കുന്നില്ല. വെറുതെ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ആ ചെറുക്കന്റെ പുറമൊക്കെ അടിച്ച് മുറിച്ചു വെച്ചേക്കുന്ന നോക്കുക. എങ്ങനെ സഹിക്കും? സ്വന്തം മക്കളെ ഇതേപോലെ തല്ലി മുറിവേൽപ്പിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഇവനൊക്കെ ഒരു തന്തയാണോ? ഇവനൊക്കെ ഇത്രയും കാലം വീഡിയോയിൽ ആൾക്കാരെ കളിപ്പിച്ച് അടയം ചക്കരായിട്ടിരുന്നിട്ട് വീഡിയോയിൽ ആൾക്കാരെ കളിപ്പിച്ച് എന്തൊക്കെ മെഴുകലായിരുന്നു. ഇത് കണ്ടിട്ടാണ് ഈ കണ്ണാപ്പികൾ, ചിലപ്പോൾ കണ്ണാപ്പികൾ പോയി ആത്മഹത്യ ചെയ്യും. ഇവിടെ കണ്ണാപ്പികൾ നാറികളെ നീയൊക്കെ ഇനിയെങ്കിലും മനസ്സിലാക്കുക. റിയൽ ലൈഫും വ്യത്യാസമാണ്. ഇവരുടെ ഒരു പഴയ വീഡിയോ കിടപ്പുണ്ട്. അതായത് അച്ഛനും അമ്മയും എങ്ങനെ പ്രേമിച്ച് കെട്ടിയെന്നുള്ളൊരു സ്റ്റോറി ഉണ്ട്. അതിന്റെ താഴെ വന്ന കമന്റുകൾ നോക്കണം. ഇവരെ കണ്ടുപഠിക്കണം. ഇതുപോലെ എൻ്റെ അച്ഛനെ കിട്ടണമെന്ന് എൻ്റെ ആഗ്രഹം. എൻ്റെ അച്ഛൻ ഇതുപോലല്ല, എൻ്റെ അമ്മ ഇതുപോലല്ല, എൻ്റെ ഭാര്യ ഇതുപോലല്ല, മുറുവിനെ പോലെയും കൊച്ചുവിനെ പോലെയും കൊച്ചച്ഛനെ പോലെയൊക്കെ ഉള്ള ആൾക്കാരെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വന്തം തന്തയും തള്ളയും സഹോദരങ്ങളെ തെറി പറയുന്ന കുറച്ച് കണ്ണാപ്പി നാറുകൾ എവിടെ പോയി? ഇത് കണക്കുള്ള ഫാമിലിയാണോ വേണ്ടത് നിങ്ങൾക്ക്? ഇത് കണക്കുള്ള അച്ഛനെയും അമ്മയും സഹോദരനാണോ നിങ്ങൾക്ക് വേണ്ടത്? എനിവേ ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി ഈ പയ്യനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇവിടെ വീട് എവിടെയാണെന്ന് മനസ്സിലാക്കുവാണെങ്കിൽ നേരിട്ട് പോയി കണ്ടാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. കാരണം ഒരുപക്ഷെ ഈ പയ്യന്റെ എഫേർട്ടും കൂടാണ് ഇവരുടെ സമ്പാദ്യം. ഈ പയ്യന് തീർച്ചയായും കിട്ടേണ്ടത് കിട്ടണം. ഒരു ഒന്നിക്കുകയാണെങ്കിൽ ഒന്ന് കിട്ടാൻ വളരെ സന്തോഷം. ഇല്ലാത്ത പക്ഷം തീർച്ചയായും നിയമപരമായി ഈ പയ്യൻ പോകണം. തുല്യമായ രീതിയിൽ അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം, നല്ല മിടുക്കനായ വക്കീലൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പുനലൂരോ കൊല്ലത്തോ കൊട്ടാരക്കരയിലോ നിയമപരമായി നമുക്ക് ഇതിനു വേണ്ടി പോകാം. എല്ലാ രീതിയിലുള്ള ഹെൽപ്പും ഈ ഒരു വിഷയത്തിൽ ഈ പ്രവീണിനും മൃദുലയ്ക്കും ചെയ്യാൻ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്രയും അധികം തന്തയില്ലായ്മയും ചെറ്റത്തരവുമാണ് ഈ തന്തയും തള്ളയും ഈ അനിയൻ ചെറുക്കൻ, ഈ തെണ്ടി ചെറുക്കനും കാണിച്ചിരിക്കുന്നത്. സംശയമില്ലാത്ത കാര്യമാണ്. എന്നിട്ടാണ് ഇവർ ഈ നാടകം കളിച്ച് ഈ വീഡിയോ ഇട്ടത്. എന്തുമാത്രം കള്ള കൂട്ടങ്ങളാണെന്ന് ആലോചിച്ച് നോക്കുക. ഇവരെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരോട് എന്ത് കമന്റ്മെന്റാണ് ഇവർക്കുള്ളതെന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് തോന്നുന്നു ഇവരുടെ വീഡിയോയ്ക്ക് വന്നതിന് ശേഷം ഏതാണ്ട് 25,000-30,000 പേര് ഈ പുതിയ ചാനലിൽ നിന്ന്, അതായത് ഈ പ്രണവ് കൊച്ചുവിന്റെ ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ ഒരു പക്ഷേ ഇറങ്ങിപ്പോയേക്കാം. ഇനി ഒരു വീഡിയോ അവർ ഇടാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം ഇനി ഇത് എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ തെറിവിളി കേൾക്കത്തേ ഉള്ളൂ. ഇനി കൂടുതലൊന്നും ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ആരുടെ ആവശ്യമില്ല. തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് വളരെ വ്യക്തമാണ്. അത് തെറ്റ് വളരെ ഭീമമാണ്. നിയമപരമായി തന്നെ പോവുക. അതിനുള്ള എല്ലാ സഹായവും എല്ലാവരുടെയും ഭാഗത്തുനിന്ന്, പ്രേക്ഷകരുടെയും നമ്മുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. എനിക്ക് തീർത്തും നിന്ദ്യവും ക്രൂരവും ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ തന്തയും തള്ളയും ഈ മോനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും അധികം ക്രൂവലായ ക്രൂക്കഡ് മൈൻഡുള്ള, മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ക്രിമിനൽസ് തന്നെയാണ് ഈ 3 പേരും എന്ന് വളരെ വ്യക്തമാണ്. ഒരു തരത്തിലും അവരെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇനി എൻ്റെ ഊഹം ശരിയാണെങ്കിൽ എന്തായാലും ഈ 2 പേരെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. സ്വമേധയാ ഈ വിഷയത്തിൽ കേസിടും. കാരണം 45 ലക്ഷത്തോളം ആളുകൾ ഓൾറെഡി വീഡിയോ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. വീഡിയോയെ പറ്റി വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നു. ഈ വിഷയത്തിൽ ഒരുപക്ഷെ സ്വമേധയാ കേസ് എടുത്തില്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിന് വലിയ പിഴവായി അത് ഒരുപക്ഷെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. ഒരുപക്ഷെ പ്രമുഖ ചാനലുകളിലടക്കം ഈ ഒരു വിഷയം വാർത്തയായി വരും മണിക്കൂറുകളിൽ വന്നേക്കാം. എനിവേ പ്രവീണിനും മൃദുലയ്ക്കും നീതി കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.